ഒരു ദിവസം ജാക്കിന്റെ താഴ്ഭാഗം അയാളെ വിട്ടു പോകുന്നു. ജാക്കിനത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. താഴ്ഭാഗത്തിന്റെ ഓർമ്മയ്ക്കായി എന്നും ഒരു ജീൻസ് അരികിൽ വെക്കാൻ തുടങ്ങി. താഴ്ഭാഗം കൂടെ ഉണ്ടായിരുന്ന സമയം ജാക്ക് ഒട്ടും ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നില്ല. കണ്ണിൽ കണ്ടതൊക്കെ കഴിക്കും. എന്നാൽ താഴ്ഭാഗം കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യും, പബ്ബിൽ പോകും, ഡാൻസ് ചെയ്യും, എന്തിന് ഗേൾസുമായി വരെ ഫ്ലേർട്ട് ചെയ്യും. ഇതിനൊന്നും ജാക്ക് കൂടാത്തതിനാൽ താഴ്ഭാഗത്തിനും അടുത്ത് അയാളെ വിട്ടു പോയതാണ്. വീട് വിട്ടു പോയപ്പോഴാണ് ജാക്കിന് അതിൻ്റെ വില അറിഞ്ഞത്. ജാക്ക് സ്വയം മാറാനായി തീരുമാനിക്കുന്നു. അന്നു മുതൽ വർക്കൗട്ട് ചെയ്യാനും തീരുമാനിച്ചു. ദിവസേന 300 പുഷപ്പുകൾ, 200 തവണ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ജാക്കിന് ഒരു പാർട്ട്ണറെയും കിട്ടി. അവൾക്ക് താഴ്ഭാഗം ഇല്ലാത്തത് പ്രശ്നമേ അല്ല. ഒരു ദിവസം താഴ്ഭാഗം ജാക്കിനെ ആ പെണ്ണിൻ്റെ കൂടെ കാണാനിടയായി. പിന്നീട് നിരന്തരം കാണുന്നു. അവരുടെ സ്നേഹം കണ്ട് താഴ്ഭാഗത്തിന് അസൂയ വന്നു. ജാക്കിൻ്റെ കൂടെ ചേരണമെന്ന് ആഗ്രഹിച്ച് ഒരു ദിവസം താഴ്ഭാഗം തിരിച്ച് വീട്ടിലേക്കും വന്നു. അങ്ങനെ ജാക്കും ഗേൾ ഫ്രണ്ടും താഴ്ഭാഗവും